Morning. Good morning, ma'am. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എന്താണ് ആർക്കും ഒരു ഉഷാറില്ലാത്ത പോലെ? ഇന്നലെ ഹോളിഡേ ആയതുകൊണ്ടായിരുന്നോ ഉഷാറില്ലാത്തെ? No, ma'am. പനിയൊക്കെയാണ്. അതെ അല്ലേ. മരുന്ന് കഴിക്കുന്നുണ്ടോ? Yeah, കഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ചെയ്തോളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നമുക്കൊരു പ്രാർത്ഥനയിലൂടെ തുടങ്ങാം. പ്രാർത്ഥനയ്ക്കായി മിരിയയെ ക്ഷണിക്കുന്നു. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ക്ലാസ് സൈൻ ഇൻ ചെയ്യുന്നതിനായി മിന്നു മോളെ ക്ഷണിക്കുന്നു. Good morning, Miss, and good morning, friends. I welcome Ashwati Miss who conducting today's class, and I welcome my friends also. Have a nice day. Thank you. നല്ല ചിന്തകൾ ദിവസവും നമ്മളെ പ്രചോദിപ്പിക്കുകയും പോസിറ്റീവ് ആക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മളെ നല്ല ചിന്തകളിലൂടെ പോസിറ്റീവ് ആക്കാൻ പോകുന്നത് രേഷ്മയാണ്. രേഷ്മയെ ക്ഷണിക്കുന്നു. Good morning, Miss. Good morning, all. Today's thought. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ്. APJ. വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘടകങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് ശക്തി. മഹാത്മാഗാന്ധി. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. APJ. താങ്ക് യു. ഓക്കെ. എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. ഇല്ല അല്ലേ. മിസ് എന്റെ നമ്പർ വീലും പിക്ചർ വീലും ഒന്ന് കാണിക്കണമായിരുന്നു. കാണുന്നുണ്ട്. ഞാൻ പിൻ ചെയ്യട്ടെ.
പിക്ചറിലാണല്ലേ? നമ്പർ വീല്. ഓ കൈ മാറ്റി മോനെ. പറ്റുന്നുണ്ടോ മിസ്? കാണാൻ പറ്റുന്നുണ്ട്. ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്താണ് ഇതൊക്കെ? ആ Okay. അതെ അതെ. ഒന്നും കാണിച്ചിട്ടില്ല, ഒന്ന് കാണിച്ചിട്ടെ. ബിൻഷ കാണിച്ചോളൂ. നമ്പർ വീൽ അല്ലേ? കുറച്ചും കൂടി ഒന്ന് അടുപ്പിച്ചൊന്ന് കാണിക്കാമോ? ഓക്കെ. പിക്ചർ വീല് അല്ലേ? ഓക്കെ, നന്നായിട്ടുണ്ട്. രണ്ടുപേരുടെ നന്നായിട്ടുണ്ട് കേട്ടോ. രഞ്ജിനി മാം ഞാനും കാണിച്ചിട്ടില്ലായിരുന്നു. സൽമ. ഓക്കെ, പിക്ചർ വീല്, നമ്പർ വീല്. അത് സ്മൈലീസ് ആണോ നമ്പർ വീല്? വെരി ഗുഡ്. താങ്ക് യു മാം. മിസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സറീന. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്സേ. മിസ്സേ സംനയാണേ, ഒന്ന് പിൻ ചെയ്യോ? ഒരു സെക്കൻഡ്. പ്രസന്റ് ചെയ്തോളൂ. കാണാൻ പറ്റുന്നില്ല, ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കാമോ? ഓക്കെ. അത് അതിന്റെ ഉള്ളിൽ സ്കെച്ച് പെൻ കൊണ്ട് വരച്ചതാണോ? ഡിവൈഡ് ചെയ്തിരിക്കുന്ന കോളംസ് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നില്ലേ, വരച്ചിരിക്കുന്നില്ലേ? സ്കെച്ച് പെന്നാണോ? കേൾക്കാൻ പറ്റുന്നില്ലേ? തെറ്റാണ് മിസ്. സ്കെച്ചാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. മാം രേഷ്മ കാണിച്ചോട്ടെ. നമ്പർ വീല്, നമ്പർ വീല്, ഓക്കെ. പിക്ചർ വീല്. ഓക്കെ, നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. കാണിച്ചോട്ടെ. പിക്ചർ വീല്. പിക്ചർ വീൽ. ഓക്കെ, വെരി ഗുഡ്. നമ്പർ വീല് കംപ്ലീറ്റ് ആകുന്നതേ ഉള്ളു. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ പ്രസന്റ് ചെയ്യാനായിട്ട്? മിസ് ഞാൻ പ്രസന്റ് ചെയ്തിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ ചെയ്യായിരിക്കും, വയ്യാതിരുന്നായിരുന്നേ. ഓക്കെ. കുറച്ചും കൂടി ഉള്ളു, അതും കൂടി കഴിഞ്ഞിട്ട് ചെയ്ത്. മിസ്സേ നമ്പർ വീലേ കംപ്ലീറ്റ് ആക്കിയോളെ. ഓക്കെ ഓക്കെ. പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്.
മിസ്സേ കാണാവോ? കാണാം. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സേഫ്റ്റി കംപ്ലീറ്റ് ആക്കിയില്ലേ? സേഫ്റ്റി സേഫ്റ്റി കംപ്ലീറ്റ് ആക്കി മാം. ഇനി ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും വായിച്ചോ? എക്സ്പ്ലെയിൻ ചെയ്യിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എങ്ങനെ പറഞ്ഞായിരുന്നോ? ഉവ്വ്. അപ്പൊ സനില ഒന്ന് അതൊന്ന് റീഡ് ചെയ്യുക, അതിനുശേഷം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. Okay, ma'am. Food and nutritional needs. Just like the 0 to 3 years age group, the 3 to 6 years olds also have their own nutritional needs. A well-nourished child has normal weight for height and age, is alert, active, happy, and curious. He sleeps well at night, is not irritable, has a good attention span, and has good hunger and normal bowel movement. His or her eyes are clear and bright, hair normal and lustrous, teeth white and clean, skin smooth, slightly moist and glowing, gums firm and pink, and posture erect. Since nutrients make up each and every cell of the body, keeping up with the nutritional needs becomes important for healthy development of the body and mind. Deficiency, excess, or inequality of nutrients cannot only create mild disorders, but can even physically disable or kill a person. 0 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായതുപോലെ തന്നെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ന്യൂട്രീഷണൽ നീഡ്സ് ഉണ്ട്. ന്യൂട്രീഷൻസ് ആവശ്യമാണ്. ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വെയിറ്റിനൊത്ത ഹൈറ്റും അതിനനുസരിച്ചിട്ടുള്ള വയസ്സിനനുസരിച്ച് വെയിറ്റിനനുസരിച്ചിട്ടുള്ള ഹൈറ്റും ഉണ്ടായിരിക്കും. അവൻ നല്ല രീതിയിൽ ജാഗ്രതയുള്ളവനും ആക്റ്റീവുമായിരിക്കും, സന്തോഷം, പിന്നെ ആ ഒരു രീതിയിലുള്ള എല്ലാ രീതിയിലുമുള്ള സ്മാർട്ട്നെസ്സും ഉള്ള കുഞ്ഞായിരിക്കും. ഹി സ്ലീപ്സ് വെൽ അറ്റ് നൈറ്റ്. അവന്റെ ഉറക്കം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ഉറക്കമായിരിക്കും, രാത്രിയിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ഉറക്കമായിരിക്കില്ല. ഹാസ് എ ഗുഡ് അറ്റൻഷൻ സ്പാൻ എന്ന് വെച്ചാല് നല്ല ശ്രദ്ധയുണ്ടായിരിക്കും. എന്ത് കാര്യത്തിലും നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ശ്രദ്ധ അവന് കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും. ഹാസ് എ ഗുഡ് ഹങ്കർ ആൻഡ് നോർമൽ ബൗവൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് യഥാസമയത്തുള്ള വിശപ്പും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഒന്നുമില്ലാതെ തന്നെ പ്രാഥമിക കൃത്യങ്ങൾക്ക് അവന് സാധ്യമാകുകയും ചെയ്യും. ഹിസ് ഹെയർ ഐസ് ആർ ക്ലിയർ ആൻഡ് ബ്രൈറ്റ്. കണ്ണിനും കാതിനും നല്ല രീതിയിലുള്ള കാഴ്ചയും കേൾവിയും ഉണ്ടായിരിക്കും. ഹെയർ എല്ലാം നല്ല കളറുള്ളതും അതുപോലെ തന്നെ നോർമൽ ഹെയർ ആയിരിക്കുള്ളൂ. അതുപോലെ ടീത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വൈറ്റ് ആൻഡ് ക്ലീൻ, നല്ല ആവശ്യത്തിനുള്ള അതായത് നോർമൽ ആയിട്ടുള്ള ടീത്തും ക്ലീൻ ആയിരിക്കും. സ്കിൻ എക്സിമ പോലുള്ള അസുഖങ്ങളില്ലാത്ത, ഡ്രൈ സ്കിൻ അല്ലാത്ത ആ ഒരു രീതിയിലുള്ള സ്കിൻ ആയിരിക്കും. ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും. ഗംസ് ഫോം ആൻഡ് പിങ്ക്. ഈ മോണ, പല്ലിന്റെയൊക്കെ മോണ എന്നൊക്കെ പറയുന്നത് അത് ബ്ലാക്ക് ഒന്നും അല്ലാത്ത ആ ഒരു രീതിയിലുള്ള നല്ല പിങ്കിഷ് കളർ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഗമ്മും മറ്റും ആയിരിക്കുള്ളൂ. സിൻസ് ന്യൂട്രിയൻസ് മേക്കപ്പ് ഈച്ച് ആൻഡ് എവറി സെൽ ഓഫ് ദ ബോഡി. ഓരോ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളെയുമാണ് ഉത്തേജിപ്പിക്കുന്നത്. കീപ്പിംഗ് അപ്പ് വിത്ത് ന്യൂട്രീഷൻ become important for the healthy development of the body and mind. ഓരോ ന്യൂട്രിയൻസും അത് നമ്മുടെ മൈൻഡിനെയും ഹെൽത്തിനെയും അതിൻ്റെതായ രീതിയിൽ ആക്റ്റീവ് ആക്കുകയും ഹെൽത്തി ആക്കുകയും ഹെൽത്ത് ഡെവലപ്മെന്റിനെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ആയാലും കൂടുതലായാലും അതുപോലെ തന്നെ അതിന്റെ ഒരു അസന്തുലിതാവസ്ഥ ആയാലും ഇംബാലൻസ് ആയാലും ശരി, കുഞ്ഞുങ്ങളില്
പലതരം ഡിസോർഡേഴ്സ് ഉണ്ടാക്കുകയും അതുപോലെ ഫിസിക്കലി അത് അവരെ അഫക്റ്റ് ചെയ്യുകയും അത് എന്തിനേറെ പറയുന്നു ഒരു മരണത്തിന് വരെ കാരണമാകാവുന്നതാണ് ഈ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസിയും എക്സസും ഇൻബാലൻസും എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് എല്ലിനൊക്കെ വളരെ അത്യാവശ്യമുള്ളതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും അത് കിട്ടേണ്ടതാണ്. എല്ലുകൾക്ക് പെട്ടെന്ന് പൊട്ടൽ ഉണ്ടാകാനും മറ്റും കാരണമാകുന്നതാണ് ഈ വൈറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിന്റെ ഒക്കെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആണ് ഇതില്. അപ്പൊ നമ്മൾ ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കണം എന്നതാണ് ഈ ഒരു ടോപ്പിക്കില് പറയുന്നത്. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സനില. അപ്പോ സനില പറഞ്ഞതുപോലെ തന്നെയാണ് 0 to 3 years ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളെ പോലെ തന്നെ 3 to 6 years ഏജ് ഗ്രൂപ്പുള്ള കുഞ്ഞുങ്ങൾക്കും അവരുടേതായിട്ടുള്ള പോഷകാഹാരം ആവശ്യമുണ്ട്. അതായത് ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് ആവശ്യമാണ്. അത് ഇപ്പൊ കുഞ്ഞുങ്ങൾ എന്നല്ല ഏതൊരു വ്യക്തിക്കാണെങ്കിലും അവരുടെ ലൈഫ് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ന്യൂട്രീഷൻ നീഡ്സ് നിർബന്ധമായിട്ട് വേണം അല്ലെ. ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ എത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? എന്താ ഉണ്ടാവുക? സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. ഏതൊരു മനുഷ്യനായാലും ന്യൂട്രീഷണൽ നീഡ്സ് ആവശ്യമാണ് അല്ലെ. ന്യൂട്രീഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ആരോഗ്യമില്ലാത്തൊരു ശരീരവും മനസ്സും ഒക്കെയാണ്. ആരോഗ്യമില്ലാത്തൊരു മനസ്സൊക്കെ ആവും അല്ലെ. ഹെൽത്തി അല്ലാണ്ടാവും. നമുക്ക് പലവിധ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പിടിപെടും അല്ലെ. അപ്പൊ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ വളരുന്ന പ്രായമാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവർക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോ നമ്മള് ഈ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടും, അല്ലെങ്കിൽ ചില സിംറ്റംസ് ഉണ്ട്, ചില ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ, അവരെ കാണുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പ്രായത്തിനും ഉയരത്തിനും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. പിന്നെ കുട്ടി ആക്റ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, നല്ല ആക്റ്റീവ് ആയിരിക്കും. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അല്ലെ, കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പോ പ്രായത്തിന്, അവരുടെ ഏജിനും അതുപോലെ അവരുടെ ഹൈറ്റിനും അനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടാകും, അതുപോലെ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ ഹാപ്പി ആൻഡ് ക്യൂരിയസ് ആയിരിക്കും, എപ്പോഴും ഹാപ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക, ക്യൂരിയസിറ്റി ഉണ്ടാകും. പിന്നെ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങും. ചില കുഞ്ഞുങ്ങൾക്ക് രാത്രി ഉറക്കം ഉണ്ടാവില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ രാത്രി നന്നായിട്ട് ഉറങ്ങാറുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ അതൊക്കെ? ഉറക്കമുണ്ടോ? ഉണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഉണ്ടാകും. ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ക്ലാസ് റൂമിലാണെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇല്ലാന്ന് ടീച്ചേഴ്സ് പറയാറുണ്ട് അല്ലെ. അവര് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ബ്ലാക്ക് ബോർഡ് എന്താ പറയാ നന്നായിട്ട് യൂസ് ചെയ്യുന്നില്ല, ബ്ലാക്ക് ബോർഡിൽ എഴുതിയ കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ല, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ ടീച്ചേഴ്സ് പാരന്റ്സിനോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ കോൺസെൻട്രേഷൻ ഇല്ലാത്തതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മെന്റലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ കൂടി ഒരു പരിധി വരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ വിശപ്പ് ഉണ്ടാവും.
ഓക്കെ, അതായത് കുഞ്ഞ് ആ സമയമാകുമ്പോൾ ഭക്ഷണം ചോദിച്ചു വരും നമ്മുടെ അടുത്ത്. വിശക്കുന്നുണ്ട് അമ്മയെന്ന് പറയും. പറയാറുണ്ടോ? അല്ലാത്ത ചില കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് ഉണ്ടാവില്ല. ഇത് സമയാസമയം ആ ടൈം ആകുമ്പോൾ അവര് ഭക്ഷണം ചോദിച്ചു വരും. പിന്നെ അതുപോലെ തന്നെ ബവൽ മൂവ്മെന്റ്സ്, അതായത് അവരുടെ പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ, അതായത് ഇപ്പോ ടോയ്ലറ്റിൽ പോകുന്ന രാവിലെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകും. അതിനൊന്നും ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് കണ്ണുകൾ നല്ല രീതിയിൽ തിളക്കമുള്ളതായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, എനിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നല്ല തിളക്കമായിരിക്കില്ല അവരുടെ കണ്ണുകൾക്ക്. നമ്മുടെ കണ്ണ് പോലെ ആയിരിക്കില്ല അല്ലെ, നല്ല തിളക്കമുള്ള കണ്ണാകും. പിന്നെ അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ളതും അതുപോലെ തന്നെ തിളക്കമുള്ളതായിട്ടുള്ള കണ്ണായിരിക്കും ഉണ്ടാവുക. പിന്നെ മുടി നല്ല ഷൈനിങ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുക. നമ്മളെപ്പോലുള്ള മുടിയാണോ കുഞ്ഞുങ്ങൾക്കുള്ളത്? അല്ല അല്ലെ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷൈനി ആയിട്ടുള്ള ഹെയർ അല്ലേ അവർക്കുള്ളത്? ഓക്കെ, അത് കുഞ്ഞുങ്ങളുടെ പ്രത്യേകതയാണ്. നല്ല ഭംഗിയായിരിക്കും മുടിയൊക്കെ കാണാനായിട്ട്. പിന്നെ ടീത്ത് നല്ല വെളുത്തതായിരിക്കും, അതുപോലെ തന്നെ വൃത്തിയുള്ളതായിരിക്കും. പക്ഷെ ചോക്ലേറ്റ്സ് തിന്നുന്ന കുട്ടികളുടെ ടീത്ത് അങ്ങനെ ആയിരിക്കണം എന്നില്ല കേട്ടോ. അല്ലെ, കേട് വരാം പല്ലിന് അല്ലെ. ചെറുപ്രായത്തിൽ തന്നെ ചില കുഞ്ഞുങ്ങളുടെ പല്ല് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ബ്ലാക്ക് കളറിലൊക്കെ ചില പാടുകൾ കാണാൻ പറ്റും അല്ലെ, വായ തുറന്നു കഴിഞ്ഞാൽ പല്ലില്. അത് കൂടുതലായിട്ട് ചോക്ലേറ്റ് ഒക്കെ തിന്നുന്ന കുഞ്ഞുങ്ങൾക്കാണ്. അല്ലാതെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ടീത്ത് നല്ല വെളുത്തതായിരിക്കും, വൃത്തിയുള്ളതായിരിക്കും കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ സ്കിൻ നല്ല ഇനസമുള്ളതായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, ചെറുതായിട്ട് നനവുണ്ടാവും. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ സ്കിൻ തൊട്ട് നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും, നമുക്ക് ഫീൽ ചെയ്യും. അതായത് നല്ല സോഫ്റ്റ് ആയിരിക്കും അവരുടെ സ്കിൻ, അതുപോലെ തന്നെ ചെറിയ നനവുണ്ടാവും, ഒരു തണുപ്പ് പോലെ അനുഭവപ്പെടും തൊട്ട് കഴിഞ്ഞാല്. ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ്, ചില ആളുകളുണ്ട് ബേബി സോപ്പൊക്കെ ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട് കുട്ടികളുടെ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഇല്ലേ? ബേബി സോപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളുകളില്ലേ നമുക്ക് ചുറ്റുമൊക്കെ, ചിലവരെങ്കിലും അത് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ളതാണത്. അവരുടെ സ്കിൻ നല്ല രീതിയിൽ മിനുസമുള്ളതായിരിക്കും, അതുപോലെ തന്നെ ചെറുതായിട്ട് നനവുള്ളതും ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മോണകള്, അതായത് നമ്മുടെ പല്ലിന്റെ മേൽഭാഗത്ത് കാണുന്ന മോണയുണ്ടല്ലോ, അത് പിങ്ക് കളറിലുള്ളതായിരിക്കും, പിങ്ക് കളർ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മോണ ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് കണ്ണാടിയിൽ ഒന്ന് നോക്കി, എന്ത് കളറാ ഉള്ളത് നിങ്ങൾക്ക്? പിങ്ക് ആണോ? പല കളറിലും ഉണ്ടാവും കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ച് എന്ത് കളറാ? പിങ്ക് തന്നെയാണോ കളറ് എല്ലാവരുടെയും? നോക്കിയോ? എന്ത് കളറാ? പിങ്ക് ഉണ്ടോ ആർക്കെങ്കിലും? പിങ്ക് അല്ലാതെ വേറെ എന്തെങ്കിലും കളർ ഉണ്ടോ? ചെറിയ രീതിയിൽ ബ്ലാക്ക് ഒക്കെ വന്നിട്ടുണ്ട് മാം. ആ, ചെറിയ രീതിയിൽ ബ്ലാക്ക് വന്നിട്ടുണ്ട് അല്ലെ. അപ്പോ എന്തെങ്കിലും ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും അങ്ങനെയുള്ള കളർ ചേഞ്ചസ് ഒക്കെ കാണുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ചിലർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ കുഞ്ഞുങ്ങളുടേത് നമ്മൾ നോക്കുമ്പോൾ അത് പിങ്ക് കളറിലായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, ശരീരത്തിലെ ഓരോ കാര്യങ്ങളും, അതായത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ ഓരോ കാര്യങ്ങളും നിറവേറ്റുന്നതിന് കോശങ്ങൾ അഥവാ സെൽസ്, നമ്മുടെ എല്ലാവരുടെയും നമുക്കറിയാം, നമ്മുടെയൊക്കെ ബോഡി ഫങ്ഷൻ ചെയ്യുന്നതിന് സെൽസ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അല്ലെ, ഇമ്പോർട്ടൻസ് അർഹിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് സെൽ അഥവാ കോശത്തിനെ കുറിച്ച്. അപ്പൊ ഈ കോശങ്ങളുടെ ശരിയായിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ പോഷകാഹാരം ആവശ്യമാണ്. ഇനി പോഷകാഹാരം അഥവാ ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻസി കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുകയോ അല്ല അതുവരെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അവരെ തളർത്തുകയോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ന്യൂട്രീഷണൽ നീഡ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഇത്രയും അധികം കാര്യങ്ങൾ നമുക്ക് ആ കുട്ടിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല ഇനി നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഒക്കെ വെച്ചുകൊണ്ട് കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ അല്ലെ?
അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വായിച്ചോളൂ കേട്ടോ. ഡയറ്ററി റിക്വയർമെന്റ്സ് മൈൻഡിൽ റീഡ് ചെയ്തോളൂ. ഡയറ്ററി റിക്വയർമെന്റ്സ്. വായിച്ചോട്ടെ മിസ്. ആദ്യം മൈൻഡിൽ റീഡ് ചെയ്യും, അത് കഴിഞ്ഞ് ഞാൻ വായിപ്പിക്കാം കേട്ടോ. The nutritional necessity of children depends upon their body size, which is much higher than those for adults. Though the body needs all the nutrients in required proportions, nutrients more important at this age are carbohydrate, protein, vitamin A, B, C, and D, calcium, phosphorus, iodine, and iron. The energy and protein requirements for 3 to 6 years age group are as follows. Energy is 16,090 calories per day. Protein 30 gram per day. 30 അല്ല, 20 കേട്ടോ. 20 ഗ്രാം ആണ് കേട്ടോ. 20 ഗ്രാം. അതുകൂടി വായിച്ചോളൂ. ഫുള്ള് വായിച്ചോളൂ. 3 പാരഗ്രാഫിലായിട്ട് കൊടുത്തിരിക്കുന്നില്ലേ, ഫുൾ ആയിട്ട് റീഡ്. The preschooler's diet should contain sufficient cereals, pulse, and a variety of vegetables. The vegetables can be either green leafy vegetables like spinach, beans, etc., or yellow or orange vegetables such as carrot, pumpkins, etc. Citrus fruits like musambi, orange, gooseberry, and yellow fruits such as papaya, guava, and mango should be included. Milk should also be given in good amounts, although overemphasis should be avoided. If a child does not take milk, alternate milk preparations like curd, paneer, custard, ghee, pudding can be used. Egg, meat, and fish should be included in case of non-vegetarians. A well-balanced diet distributed into 5 or 6 small frequent meals is recommended. Using a variety of arrangements helps in meeting the nutritional needs easily, as well as in developing a taste in the preschooler. Teachers can help parents by telling some instructions for useful foodstuffs like parathas. നമ്മുടെ പൊറോട്ട ഉണ്ടല്ലോ, പറാത്താസ്. Parathas stuffed with vegetables, mixed vegetables, rice, fruit cream, stewed fruit, sweets containing vegetables such as carrot, halwa, fruit vegetables mixed, lassi, milkshake, etc. Processes such as germination, sprouting of whole pulses helps in increasing the nutritive value of food items. Under illness, the food chosen would depend upon the diseases, but an effort should be made to provide easily digestible, highly nutritious, more common meals during ill health. Never stray a child during illness. Medical and dietary advice should be strictly adhered to. സ്റ്റാർവ് എന്നാണ് കേട്ടോ. സ്റ്റാർവ്, പട്ടിണി. നെവർ സ്റ്റാർവ്. ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പറ്റാവുന്നവര് ചെയ്യൂ കേട്ടോ. ഇപ്പൊ വായിച്ച ആള് പറയണമെന്നില്ല, വേറെ ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി.
കുറച്ച് പറയാലോ മേഡം, ഒരേ പാരഗ്രാഫ് മതി മതി, ഒരു പാരഗ്രാഫ് വീതം പറഞ്ഞാൽ മതി, മാറി മാറി പറഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ. ഇത് ന്യൂട്രീഷൻ വായിച്ചിട്ട് ചെയ്താൽ മതിയില്ലേ? മതി മതി. ഓക്കെ. The nutritional necessity of children depends upon their body size, which is much higher than just for adults, though the body needs all the nutrients in required proportions. കുട്ടികളുടെ പോഷകാഹാര ആവശ്യകത ശരീരവലുപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് മുതിർന്നവരെക്കാളും പോഷകങ്ങളും ഹലോ, അവിടെ പോയി വായിച്ച ആള്? മ്യൂട്ടായി പോയി തോന്നുന്നു മാം. അതെ അല്ലേ? ആരാ വായിച്ചത്? ആരാ റീഡ് ചെയ്തത്? ആദ്യം വായിച്ചത് രഞ്ജിനി, രണ്ടാമത് പറഞ്ഞത് രേവതിയാണെന്ന് തോന്നുന്നു. രേവതി. രേവതി കാണുന്നില്ല രേവതിയെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാമോ? എല്ലാവർക്കും പറയാട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യാം എല്ലാവർക്കും. ഇന്ന ആളെന്ന് പറയുന്നില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, പറയാതിരിക്കരുത്. മനസ്സിലായിട്ടുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ പറയാം. ഗ്ലാഡിസ് പറഞ്ഞോളൂ ഫസ്റ്റ് പാരഗ്രാഫ്. The nutritional necessity of children depends upon their body size, which is much higher than those for adults. അതായത് കുട്ടികളിലെ ന്യൂട്രീഷണൽ നെസസിറ്റി എന്നുള്ളത് മുതിർന്നവരെക്കാളും കുഞ്ഞുങ്ങളുടെ ബോഡി സൈസ് അനുസരിച്ച് കൂടുതലായാണ് വേണ്ടത്. Though the body needs all the nutrition in required proportions, nutrients most important at this age are carbohydrates, protein, vitamins A, B, C, and D, calcium, phosphorus, iodine, and iron. കുട്ടികളില് ഈ ഒരു പ്രായത്തില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് അതിന്റെ കൃത്യമായ പ്രൊപ്പോർഷൻസിൽ ലഭിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, പിന്നെ വൈറ്റമിൻ എ, ബി, സി ആൻഡ് ഡി, പിന്നെ കാൽഷ്യം, ഫോസ്ഫറസ്, അയഡിൻ, അയൺ ഇവയാണ്. ഇവയെല്ലാം കൃത്യമായ പ്രൊപ്പോർഷനുകളിൽ കുട്ടികൾക്ക് ലഭിക്കണം. ദി എനർജി ആൻഡ് പ്രോട്ടീൻ റിക്വയർമെന്റ്സ് ഫോർ 3 to 6 years age group are as follows. കുട്ടികളിൽ എനർജി പ്രൊപ്പോർഷൻസ് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ലഭിക്കേണ്ട എനർജി പ്രൊപ്പോർഷൻസ് ആണ് താഴെ പറയുന്നത്. അതില് എനർജി വേണ്ടത് 1690 കാലറീസ് ആണ് പെർ ഡേ വേണ്ടത്. പ്രോട്ടീൻ വേണ്ടത് 20 gram ആണ്. ഒരു ദിവസം 20 gram ആണ് വേണ്ടത് പ്രോട്ടീൻ. ഇത്രയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത്. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ് ഞാൻ വായിക്കാം മാം. റഷീദ. The preschooler's diet should contain sufficient cereals, pulses and variety of vegetables. ഒരു പ്രീ സ്കൂളിന്റെ ഡയറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉൾപ്പെടേണ്ടതാണ് ധാന്യങ്ങൾ, പയർ വർഗ്ഗങ്ങൾ, പിന്നെ വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ്, ഒരുപാട് പലതരം പച്ചക്കറികൾ. The vegetables can be either green leafy vegetables like spinach, beans, etc. or yellow and orange vegetables such as carrots, pumpkin, etc. Citrus fruits like musambi, orange, gooseberry, and yellow fruits such as papaya, guava, and mango should be included. ഇവിടെ വെജിറ്റബിൾസിൽ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള
ചീര, സ്പിനാച്ച്, ബീൻസ് അത് ഉൾപ്പെടുത്തുക. പിന്നെ യെല്ലോ ഓറഞ്ച് വെജിറ്റബിൾസ് ആയിട്ടുള്ള കാരറ്റ്സ്, പംകിൻസ്, പിന്നെ സിട്രസ് വിറ്റാമിൻ സി ഒക്കെ ഉൾപ്പെടുന്ന ഫ്രൂട്ട്സ് ആയ മുസംബി, ഓറഞ്ച്, ഗൂസ്ബെറീസ്, പിന്നെ യെല്ലോ ഫ്രൂട്ട്സ് ആയ പപ്പായ, ഗുവ, മാംഗോ, ഇതെല്ലാം ഇവരുടെ പ്രീ സ്കൂളേഴ്സിന്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇതെല്ലാം ന്യൂട്രീഷ്യസ് വാല്യൂസ് ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ്. അപ്പൊ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ ഇത് ഈ പറഞ്ഞിരിക്കുന്ന ധാന്യങ്ങളായാലും പയർവർഗ്ഗങ്ങളായാലും വെജിറ്റബിൾസ് എല്ലാം സഫീഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. Milk should also be given in good amounts, although overemphasis should be avoided. മിൽക്ക്, പാലും വളരെ അധികം അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതും ആവശ്യമായ എമൗണ്ടിൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഓവറായിട്ട്, ഓൾദോ ഓവർ എംഫസിസ് ഷുഡ് ബി അവോയ്ഡ്. ഓവറായിട്ടുള്ള മിൽക്ക് ആവശ്യ ഘടകം എന്നുള്ള നിലയിൽ തന്നെ കൊടുക്കുക, അത് ഓവറായിട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യുക. If a child does not take milk, alternate milk preparation like curd, paneer, custard, knead, pudding can be used. ഇപ്പോൾ കുട്ടികള് മിൽക്ക് അതേ ഡയറക്റ്റ് മിൽക്കായിട്ട് എടുക്കുന്നില്ലെങ്കിൽ അതിന്റെ ആൾട്ടർനേറ്റീവ് ഫോംസ് ആയിട്ടുള്ള തൈരായിട്ട്, പനീരായിട്ട്, കസ്റ്റാർഡ് ആയിട്ടൊക്കെ, പുഡിംഗ് ആയിട്ടൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാം. Can be used. Egg, meat and fish should be included in case of non-vegetarians. Non-vegetarians ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഡയറ്റ് ചാർട്ടില് എഗ്, മീറ്റ്, ഇറച്ചി, മീന് ഇതെല്ലാം അവരുടെ ഡയറ്റ് ചാർട്ടിൽ ഉൾപ്പെടുത്തണം. അതാണ് ഈ ഒരു പാരഗ്രാഫ്. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ് ആരാ റീഡ് ചെയ്യാ? ലാസ്റ്റ് പാരഗ്രാഫ് പ്രീതി സതീഷ്. മെറിയ. ഹലോ, ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യാമോ? A well-balanced diet distributed into 5 or 6 small frequent meals is recommended. ഒരു നല്ല ഡയറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് മീൽസ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അറേഞ്ച് ചെയ്യും. യൂസിങ് എ വെറൈറ്റീസ് ഓഫ് അറേഞ്ച്മെന്റ്സ് help the meeting the nutritional needs easily as well as developing a taste in the preschoolers. അതായത് പല വെറൈറ്റീസ് ഓഫ് ഫുഡ്സ്, അതായത് ഇപ്പം പാലിന്റെ ഒക്കെ തന്നെയാണെങ്കിലും പല രീതിയിൽ പാല് കുടിക്കാത്ത പിള്ളേർ പല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ഒരു കണ്ടന്റ് പിള്ളേരുടെ അകത്ത് ചെല്ലും. അപ്പൊ അതുപോലത്തെ തരത്തിലുള്ള ന്യൂട്രീഷണൽ ഫുഡ്സ് പല ഇതായിട്ട് ഡെവലപ്പ് ചെയ്യാം. ടീച്ചേഴ്സ് ക്യാൻ ഹെൽപ്പ് പേരൻസ് ബൈ ടെല്ലിംഗ് some instructions for useful foodstuffs like parathas stuffed with vegetables, mixed vegetables, rice, fruit cream, stewed fruit, sweets containing vegetables such as carrot halwa, fruit vegetables mix, lassi, milkshakes, etc. അതായത് വെജിറ്റബിൾസ് കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ അതായത് പറാത്ത ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ക്യാരറ്റ് ഇഷ്ടപ്പെടാത്ത പിള്ളേർക്ക് ഹൽവയായിട്ട്, അങ്ങനെ പല രീതിയിൽ, പിന്നെ തൈര്, ലസ്സി, അങ്ങനെയൊക്കെ ഷേക്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ പിന്നെയും ഇൻട്രസ്റ്റ് തോന്നും കഴിക്കാനായിട്ട്. Process such as germination helps in increasing the nutrient value of food items. Under illness, the food chosen would depend upon the disease, but an effort should be made to provide easily digestible, highly nutritious, small common meals during ill health. വയ്യാണ്ടിരിക്കുന്ന സമയത്ത് അതനുസരിച്ച്
പിള്ളേർക്ക് ഈ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഫുഡ് കൊടുക്കണം. നെവർ സ്റ്റാർവ് ചൈൽഡ് ഡ്യൂറിങ് ഇൽനെസ്. അതായത് ഒട്ടും ഭക്ഷണം മേലാത്ത സമയത്ത് ശകലമെങ്കിലും നമ്മൾ കഴിപ്പിക്കണം. മെഡിക്കൽ ആൻഡ് ഡയറ്ററി അഡ്വൈസ് ഷുഡ് ബി സ്ട്രിക്ട്ലി അഡ്ഹേർഡ് ടു. അതായത് അതായത് ഡോക്ടേഴ്സിന്റെ ഒക്കെ അഡ്വൈസ് ഇങ്ങനത്തെ ആണെന്നും എല്ലാം നമ്മൾ ഇൻഫോർമേഷൻസ് ഒക്കെ കണ്ടെത്തണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പേടിയുണ്ടോ വായിക്കുന്നതില്? ടെൻഷൻ ഉണ്ടോ വായിക്കുമ്പോ? മെറിയ? ഉണ്ടായിരുന്നു മിസ്സേ. പെട്ടെന്ന് അതെ, കൊച്ചു വഴക്കായിരുന്നേ. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അത് ഇങ്ങനെ വായിച്ച് നിങ്ങള് ശീലമായിക്കോളും. അത് മാറിക്കോളൂ കേട്ടോ. എല്ലാവരും വായിക്കണം. ഇന്ന ആളുകളൊന്നുമില്ല, എല്ലാവരും തന്നെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വായിക്കാൻ പറയുമ്പോൾ ദയവ് ചെയ്ത് വായിക്കുക. ഓക്കെ ഓക്കെ. അപ്പോ ഡയറ്ററി റിക്വയർമെന്റ്സിൽ ഒരു കുഞ്ഞിന്റെ ന്യൂട്രീഷണൽ നെസസിറ്റി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ബോഡി സൈസിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ അതായത് അഡൽട്സിനേക്കാളും നമ്മൾ കുറച്ചുകൂടി പ്രിഫറൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത് കുട്ടികൾക്ക്. ഓരോരുത്തരുടെയും അതായത് ഒരു കുട്ടിയുടെ ബോഡി സൈസ് എന്താണോ അതിനനുസരിച്ച് ന്യൂട്രീഷണൽ നെസസിറ്റിയുടെ ആ ഒരു ബേസ് നമുക്ക് കണക്കാക്കാം. പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിരിക്കണം, അതായത് ഒരു അനുപാതത്തിലായിരിക്കണം കൊടുത്തിരിക്കേണ്ടത്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകണം, പ്രോട്ടീൻസ് ഉണ്ടാകണം, വൈറ്റമിൻസ് ഉണ്ടാകണം, കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ്, അയഡിൻ, അയേൺ, ഇതൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ പറയില്ലേ, ഇപ്പോ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്ലേറ്റിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 7 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. 7 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ അത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു ഭാഗത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം, മറ്റൊരു ഭാഗത്ത് പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, മറ്റൊരു ഭാഗത്ത് ഫാറ്റ് ഉണ്ടായിരിക്കണം, പിന്നെ മിനറൽസ് ഉണ്ടായിരിക്കണം, വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം, വാട്ടർ ഉണ്ടായിരിക്കണം. അങ്ങനെ കുറെ ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അതാണ് ഒരു കറക്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്നത് അങ്ങനെയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്കായാലും നിങ്ങൾക്കായാലും നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം വളർത്തുന്നത്? ഈ ഒരു രീതിയിലാണോ? ശ്രദ്ധിക്കാറുണ്ടോ? കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും കൂടുതൽ. നമ്മള് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത് അല്ലെ? അങ്ങനെയല്ല, ഒരു പ്രപ്പോർഷൻ ഉണ്ടായിരിക്കണം, അനുപാതമായിരിക്കണം. അതായത് നമ്മൾ കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കുറെ ചോറ് എടുക്കും, പിന്നെ ആ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് എന്തെടുക്കും, കറി എടുക്കും. പക്ഷെ അങ്ങനെയല്ല, കുറെ കറികൾ എടുക്കണം, ആ കറി നമുക്ക് ടേസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് എടുക്കാം. അങ്ങനെ നേരെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അതൊരു ഹെൽത്തി പ്ലേറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് കുഞ്ഞുങ്ങൾക്ക് വളരെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വളരെ പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ അവരെ വളർത്തിയെടുക്കാം. ഇപ്പൊ കുറച്ചുകൂടി അറിവായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റും അവരെത്ര ചോറാണ് കഴിക്കുന്നത്. കറി അവർക്ക് റെഗുലർ ആയിട്ട് കിട്ടുന്ന, അതായത് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കൊടുക്കുന്ന, മറ്റു സാധനങ്ങൾക്ക് കുറവാണ് കൊടുക്കുന്നത്. പിന്നെ അവരെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് മാറ്റി കൊടുക്കാന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. അപ്പൊ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക്, അതായത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെയധികം നല്ലതാണ്. ഓക്കെ, അപ്പൊ ആവശ്യത്തിന് മാത്രം കാർബോഹൈഡ്രേറ്റ് വേണ്ടെന്നല്ല പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് ശരീരത്തിന് ആവശ്യമാണ്, കാരണം എനർജി തരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം തരുന്നത് എന്താ? കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റ് എടുക്കുക, പ്രോട്ടീൻ എടുക്കുക, ഫാറ്റ് എടുക്കുക, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഒരു പ്ലേറ്റില് ഇപ്പോ 2 ഇഡലി വെച്ചു എന്ന് വിചാരിക്കാം. അതിനകത്ത് കാർബോഹൈഡ്രേറ്റും ഉണ്ട്, കുറച്ച് പ്രോട്ടീനും ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സാമ്പാർ നമ്മൾ അതിന്റെ കൂടെ വെച്ചു എന്ന് വിചാരിക്കാം. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ട് അതിനകത്ത്. ഒരു ബോയിൽഡ് എഗ് നമ്മൾ വെച്ചു എന്ന് വിചാരിക്കാം, അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. ഇതൊരു ബാലൻസ്ഡ് മീലാണോ ഞാൻ ഈ പറഞ്ഞ പ്ലേറ്റ്? ആണോ? യെസ്. അതുപോലെ തന്നെ ഉച്ചക്കലത്തെ ഭക്ഷണം ആയാലും കുറച്ച് ചോറ് എടുക്കാം, ധാരാളം കറികൾ എടുക്കാം, ഫിഷ് കറി എടുക്കാം, ചിക്കൻ കറി എടുക്കാം. അതിന്റെ കൂടെ വെജിറ്റബിൾസ്, തോരനോ മെഴുക്കുവരട്ടിയോ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഓംലെറ്റ് എടുക്കാം. അപ്പോ എന്തായി, അതൊരു ബാലൻസ്ഡ് മീലായി. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ പ്ലേറ്റ് തയ്യാറാക്കാൻ.
ഓക്കെ, അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾക്ക് എവിടെ നിന്നാണ് ന്യൂട്രീഷൻ കിട്ടുന്നത്? നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. അത് കാർബോഹൈഡ്രേറ്റ് ആയിട്ടും പ്രോട്ടീൻ ആയിട്ടും വൈറ്റമിൻസ്, അതുപോലെ തന്നെ മറ്റ് വൈറ്റമിൻ എ, ബി, സി ആൻഡ് ഡി ഉണ്ട് അല്ലെ. വൈറ്റമിൻ എ എന്തിനൊക്കെയാ കിട്ടുന്നത് നമുക്ക്? വൈറ്റമിൻ എ ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്? എന്തിനാണ് വൈറ്റമിൻ എ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ്? കാഴ്ച കണ്ണിനും കരളിനും നല്ലതാണെന്നാ പറയുന്നത് വൈറ്റമിൻ എ. കണ്ണിന് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിക്ക് വൈറ്റമിൻ എ നല്ലതാണ് അല്ലെ. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? വൈറ്റമിൻ എ കൊടുക്കാറില്ലേ? കൊടുക്കാറുണ്ടോ? ആ, യെസ്. 6 മാസം കൂടുമ്പോ വൈറ്റമിൻ എ കൊടുക്കാൻ പറയും അല്ലെ. അത് കണ്ണിന് നല്ലതാണ് അല്ലെ. അപ്പോ അത് നമുക്ക് പലതരത്തിലുള്ള ഇലക്കറികളിൽ നിന്ന് കിട്ടും. ചീരയിലുണ്ട്, മുരിങ്ങയിലയിലുണ്ട്, അതുപോലെ ക്യാരറ്റിലുണ്ട്. അങ്ങനെ കുറെ അധികം പച്ചക്കറികളിൽ നമുക്ക് വൈറ്റമിൻ എ കാണാനായിട്ട് പറ്റും. പിന്നെ വൈറ്റമിൻ ബി. വൈറ്റമിൻ ബി എവിടെന്നാ? അതായത് തവിട് കളയാത്ത ധാന്യങ്ങളിലാണ് വൈറ്റമിൻ ബി ധാരാളമായിട്ടുള്ളത്. ഓക്കെ, തവിട് കളയാത്ത ധാന്യങ്ങളിൽ. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ സി സിട്രസ് ഫ്രൂട്ട് ആണ്. അതായത് പുളിരുചിയുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും കൂടുതലായിട്ട് നമുക്ക് വൈറ്റമിൻ സി കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് വൈറ്റമിൻ സിയുടെ സോഴ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് അല്ലേ? അതുപോലെ തന്നെ തക്കാളി അല്ലെ. ഇതിനകത്തൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. അപ്പോ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണെന്ത്? വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, നെല്ലിക്കയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ദിവസവും ഒരു 2-3 നെല്ലിക്കയൊക്കെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് ജ്യൂസ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാല് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് ആയിട്ട് ഇഷ്ടം അല്ലെങ്കിൽ കൂടി അവർക്ക് വെറുതെ ഒരെണ്ണം കയ്യിൽ കൊടുക്കുക. ചിലപ്പോ ചില കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്, നന്നായിട്ട് കഴിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല, അതിന്റെ ചവർപ്പ് വരുമല്ലോ. കഴിച്ച് എന്താ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതിനെ കുറിച്ച്, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും അല്ലെ. ഒരു ചവർപ്പാണ് ഉണ്ടാവുക. അപ്പൊ അത് ജ്യൂസ് ആയിട്ട് കുടിക്കുന്നൊക്കെ ബെസ്റ്റ് ആണ്. നെല്ലിക്ക രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുമോ? എന്തിൽ നിന്നാണ് കിട്ടുന്നത് വൈറ്റമിൻ ഡി? സൺലൈറ്റിൽ നിന്ന് കിട്ടും. സൺലൈറ്റിൽ നിന്നാണല്ലോ കിട്ടുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത്. അപ്പൊ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട് കുറച്ച് വെയിൽ കൊള്ളാൻ പറയാറുണ്ട് അല്ലെ. ഉണ്ടോ? മുടി കൊഴിച്ചില്, മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ വൈറ്റമിൻ ഡി നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് വെയിലും കൂടി കൊള്ളണം. ഓക്കെ, അത് ഭയങ്കര എന്താ പറയാ, പൊരിഞ്ഞ വെയിലല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. രാവിലത്തെയും വൈകുന്നേരത്തെയും ഉള്ള ഇളം വെയിൽ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോഴാണ് കറക്റ്റ് അത് അബ്സോർബ് ആവുള്ളൂ നമ്മുടെ ശരീരത്തിൽ. നമ്മൾ കഴിക്കുന്ന മെഡിസിനൊക്കെ ഗുണം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് പലതരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ഫോസ്ഫറസ് ആവശ്യമാണ്, അയഡിൻ, അയേൺ, ഇതൊക്കെ എന്താണ് ആവശ്യമാണ് കേട്ടോ. പിന്നെ ഒരു 3 to 6 years ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ എനർജി എന്ന് പറയുന്നത് 1690 കലോറി വേണം. പിന്നെ പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് 20 gram വേണം പെർ ഡേ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. മനസ്സിലായോ? നമുക്ക് നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിന് വേണ്ടി സഹായിക്കുന്നത് എന്താ? ഏത് വൈറ്റമിന്? കാൽസ്യം ആണോ? കാൽസ്യം ടാബ്ലറ്റ് ഒക്കെ കഴിക്കാറുണ്ട് അല്ലെ. നമ്മൾക്ക് കൈയും കാലൊക്കെ വേദനയൊക്കെ വരുമ്പോൾ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാൽസ്യത്തിന്റെ ടാബ്ലറ്റ് ചെയ്ത് തരാറുണ്ട് ഡോക്ടർ അല്ലെ. അപ്പൊ അത് ബോൺ സ്ട്രെങ്ത്തിന് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ പലതരത്തിലുള്ള, അതായത് ഈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറഞ്ഞാൽ ബോൺ സ്ട്രെങ്ത്, പിന്നെ ഹാർട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്നു, ഡൈജഷൻ മെച്ചപ്പെടുത്തുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കാൽസ്യം എന്ന് പറയുന്നത് എല്ലിന് മാത്രമാണോ, ബോൺ മാത്രമാണോ, ബോൺ സ്ട്രെങ്ത് മാത്രമാണോ? പല്ലിനും നല്ലതല്ലേ? കേട്ടിട്ടുണ്ടോ? പല്ലിനും എല്ലിനും നല്ലതാണെന്ത്? കാൽസ്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പാല്, അതായത് ഡയറി പ്രൊഡക്റ്റുകളിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് പാലുൽപ്പന്നങ്ങൾ, ഇപ്പൊ തൈര്, കേർഡ്, എന്താ പറയാ, യോഗട്ട്,
അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ പിന്നെ എന്താ പറയാ നമുക്ക് കാൽസ്യം കിട്ടുന്നതാണ്. പിന്നെ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ചെറിയ മീനുകളുണ്ട്. ചെറിയ മീനാണ്. ഞങ്ങളുടെ ഇവിടെ പറയാ മീനിനെ പറയുന്ന പേര് നന്ദന. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണോ? നന്ദൻ തന്നെയാണോ പറയുന്നത്? അതെ, ഇവിടെയൊക്കെ നന്ദൻ തന്നെ പറയുന്നത്. ഞങ്ങൾ ഇവിടെ അറിഞ്ഞിരുന്നാണ് പറയുന്നത്. അതെ അല്ലെ, അറിഞ്ഞില്ലെന്നാണ് പറയുക അല്ലെ. നമുക്കത് ചീപ്പ് റേറ്റിന് കിട്ടും അല്ലെ. ഭയങ്കര വിലയുണ്ടോ മീനിന്? ഇല്ലല്ലോ. വിലയില്ല, പക്ഷെ നന്നാക്കാൻ പാടുണ്ട്. അതെ അതെ. അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. കുറെ നേരം നമ്മൾ ഇരിക്കണം. ഇരുന്ന് കഴിഞ്ഞാലാണ് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ കുറെ നേരം നിൽക്കണം അത് കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ പല അമ്മമാർക്കും മടിയാണ് ചെയ്യാനായിട്ട്. പക്ഷെ അത് എന്താ പറയാ വളരെ നല്ലതാണ്. പക്ഷെ അത് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് അല്ലെ. നത്തോലിയാണോ മാം? നത്തോലിയല്ല, പക്ഷെ കറി വെച്ച് കൊടുക്കണം എന്നാ പറയുന്നത്. കുട്ടികൾക്ക് കറി വെച്ച് ഇപ്പൊ നമ്മള് അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാതെ എന്ത് ചെയ്യണം, കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ബെസ്റ്റാണ്. കാൽസ്യം റിച്ച് ആയിട്ടുള്ള ചൂടയാണോ? ചൂട അതെനിക്ക് അറിയില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടെ നല്ലതാ പറയുന്നത്. മിസ്, പക്ഷെ അത് കറി വെക്കുമ്പോ ഭയങ്കര മുള്ളായിരിക്കൂലേ? മുള്ളായിരിക്കും. പക്ഷെ അത് കൊടുക്കണം, കറി വെച്ച് കഴിക്കണം. ഫ്രൈ ചെയ്താൽ അതിന്റെ ഗുണം പോകും. വറക്കുമ്പോന്ന് വെച്ചാൽ മുള്ളതിലേക്ക് പൊടിഞ്ഞ് ചേർന്നോട് കടിച്ചു തിന്നാൻ പറ്റും. കറി വെക്കുമ്പോ പറ്റില്ല. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം പോകും. നമ്മൾ ഓയിലിട്ട് വറുക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് സാധനം, ഇപ്പൊ ഏത് സാധനം നമ്മൾ കഴിക്കുമ്പോഴും കറി വെച്ച് കഴിക്കാൻ പറയുന്നത് അതിന്റെ ആ ഒരു ഗുണം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പോയി അതിന്റെ, നമുക്ക് അത്രയും അതാ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻടേക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. കറി വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാം, എനിക്ക് ടോട്ടൽ തൈറോയിഡക്ടമി കഴിഞ്ഞതാണേ. അപ്പൊ നമ്മുടെ പാരാതൈറോയിഡ് ആണല്ലോ ഈ കാൽസ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരുമായിരുന്നു. സോ ആ ഒരു സമയത്ത് എൻ്റെ അമ്മച്ചി ഇതുപോലെ നന്ദനും പിന്നെ മുട്ടയുടെ മഞ്ഞക്കരും ഒക്കെ സ്ഥിരമായിട്ട് തരുമായിരുന്നു. അപ്പൊ ഈ നന്ദൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് തിന്നിട്ടുണ്ട് ഇങ്ങനെ കാൽസ്യത്തിന്റെ ഈ ഒരു ഡെഫിഷ്യൻസി കൊണ്ട്. അതും അന്നേരം പറയുമായിരുന്നു വറുത്ത് കഴിക്കണ്ട, വെച്ച് കഴിക്കണം. പക്ഷെ വെച്ച് കഴിക്കുമ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അത് കഴിക്കാൻ. എനിക്കാണെങ്കിൽ അതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷെ കഴിപ്പിച്ചു എന്നെ. എങ്കിലും ഇപ്പോഴും ഉണ്ട് കേട്ടോ. എനിക്ക് ലൈഫ് ലോങ് എടുക്കേണ്ടി വരും. സപ്ലിമെന്റ് എടുക്കുന്നുണ്ട് ഞാൻ. അപ്പൊ വൈറ്റമിൻ ഡിയും കാൽസ്യത്തിന്റെയും സപ്ലിമെന്റ് ലൈഫ് ലോങ് എടുക്കണം. അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് ഈ കാൽസ്യത്തിന്റെ ടാബ്ലറ്റ്സ് ഫുഡും കഴിക്കും. ഇപ്പൊ ലിവറൊക്കെ വല്ലപ്പോഴൊക്കെ കഴിക്കും. കക്കിറച്ചി അതൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡ്സ് ആണല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവാണ്. എവിടെ സനിലയുടെ വീട് എവിടെയാ? ഇപ്പൊ വരാപ്പുഴ. വരാപ്പുഴയാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുത്തൻപള്ളി എന്ന് പറയും. പ്രോപ്പർ സ്ഥലം പുത്തൻപള്ളി. മിസ്സേ, കണ്ണൂരൊന്നും ഇതിനെ പറ്റിയിട്ട് കേട്ടിട്ടേ ഇല്ല കേട്ടോ, ഈ മീനിനെ പറ്റിയിട്ട്. അത് എന്തോ വേറെ പേരാണോ? പിന്നെ പല പേരുകളിലാണ് അറിയപ്പെടുക. ആർക്കെങ്കിലും ഫോട്ടോ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ മറ്റുള്ളവർക്കും കൂടി കാണട്ടെ, അറിയാൻ പറ്റുമല്ലോ. അപ്പോ ഞാൻ പല ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോ ആ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഒരു ദിവസം ഞാനിത് പറഞ്ഞ് വന്ന സമയത്തായിരുന്നു ഒരു കുട്ടിയുടെ വീട്ടില് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മീൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ കുട്ടി വീഡിയോ ഓൺ ചെയ്ത് കാണിച്ചു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇത് ഈ മീനാണെന്ന് മനസ്സിലായി. അപ്പൊ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ മാം, അത് നമുക്ക് മാത്രമല്ല, ഇപ്പൊ മൃഗങ്ങൾ കാണുന്നുണ്ടെങ്കിലും പക്ഷികൾ കാണുന്നുണ്ടെങ്കിലും അവർക്ക് ഈ മുട്ടയിടുന്ന സമയമാകുമ്പോഴത്തേക്കും കാൽഷ്യം ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അവർക്ക് ഈ നന്ദൻ, താറാവുകൾക്ക് പ്രത്യേകിച്ച് നന്ദൻ എപ്പോഴും കൊടുക്കും. അവർക്ക് വെറുതെ ഇട്ട് കൊടുക്കും കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ മാം, ഈ കാൽഷ്യം ഡെഫിഷ്യൻസിക്ക് പിന്നെ ഞങ്ങളിവിടെ എല്ലും കപ്പ എന്ന് പറഞ്ഞിട്ട് ഈ കപ്പയും മറ്റേ നമ്മുടെ പോത്തിന്റെ എല്ലും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കും. അത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കാൽസ്യം ഡെഫിഷ്യൻസിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ അതേ എല്ലിന്റെ തന്നെ മജ്ജ ഉണ്ടല്ലോ, പോത്തുംകാലിന്റെ മജ്ജ, അതിങ്ങനെ കൊട്ടിക്കഴിക്കും. വാങ്ങിച്ചിട്ട് അത് സൂപ്പ് പോലെ ആക്കി അതിന്റെ മജ്ജയും ആ സൂപ്പും കൂടെ കഴിക്കും. അതും കാൽഷ്യം ഡെഫിഷ്യൻസിക്ക് വളരെ നല്ലതാന്നാ പറയുന്നത്. മാം, ഒരു ഫോട്ടോ കിട്ടിയിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ട്. അതാണെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫോട്ടോ കിട്ടിയോ?
ഞാൻ യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോ ഒരു കുഞ്ഞു മീനാണോ വൈറ്റ് കളറിൽ? അതെ അതെ, ഒരു എന്താ പറയാ മഞ്ഞ കളർന്ന വെള്ളം എന്ന് പറയും അല്ലേ? മിസ്സേ കണ്ണൂർ ഇതിനെ പറയുന്നത് വേളൂരി എന്നാ, വേളൂരി. ആ ഫിഷല്ല മിസ്സേ, ആ ഫിഷല്ല. അറിഞ്ഞില്ല അതല്ല, പോലത്തെ അത് അറിഞ്ഞില്ല. വേറെയാ. അത് കൊഴുവയാണ്. ഇപ്പൊ ഇട്ടേക്കുന്നത് ആ, കൊഴുവയുടെ ഇപ്പിട്ടത് ചിത്രമാണ്. കൊഴുവയാണ്. അതിന് കൊഴുവയല്ല, ഇത് മുള്ളില്ല. നന്ദനാണ്. നന്ദൻ കുറച്ചും കൂടെ പരന്നിട്ടുള്ളൊരു മീനാ, ചെറുതായിട്ട്. കൊഴുവ ഒരു മുള്ളും ചുരുണ്ടിട്ടല്ലേ? ചെതമ്പലായിരിക്കും ഉള്ളത്. കരിനന്ദൻ എന്ന് പറയുന്നത് അതെ അതെ അതെ. നന്ദൻ എന്ന് പറയുന്ന കരിനന്ദൻ എന്ന് പറയുന്ന മീൻ ഇത് തന്നെയാണോ? ഇപ്പൊ ഇട്ടിട്ടുണ്ട്, അത് നോക്കൂ. ഇപ്പിട്ടതാണ് അറിഞ്ഞതാണ്. ആ, കിട്ടിയോ? മനസ്സിലായോ? അറിഞ്ഞില്ല. ഒരു പ്രതികാരം വീട്ടാനുള്ള മീനും കൂടിയാണ് മിസ്സേ. എന്താ? അറിഞ്ഞില്ല, ഒരു പ്രതികാരം വീട്ടാനുള്ള മീനും കൂടിയാണെന്ന്. അതെന്താ അങ്ങനെ പറയുന്നേ? അത് ഞാനും എന്റെ കെട്ടിയാനൊക്കെ തല്ലി പിടിച്ചിട്ടുണ്ടെങ്കിൽ മീൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ ഈ മീൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരും. കൊറേ നന്നാക്കിപ്പിക്കാനായിട്ട് കൊറേ വാങ്ങിച്ചുകൊണ്ട് വരും. അത് ശരിയാ, അത് ശരിയാ. അപ്പൊ കൊറേ കഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കും അല്ലെ? ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല മാം, ഞാൻ ഇത് കഴിച്ചിട്ടും ഇല്ല. കഴിച്ചിട്ടില്ല അല്ലേ? എവിടെയാണ് ഋഷിതയുടെ വീട്? എവിടെയാ? ഞാൻ ട്രിവാൻഡ്രം നെടുമങ്ങാട് സൈഡാ. ഇല്ലേ, എല്ലായിടത്തും ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ എല്ലാ സീസണിലും ഉണ്ടാവൂല തോന്നുന്നു അല്ലേ? എല്ലാ സീസണിലും ഉണ്ടാവും. എല്ലാ സീസണിലും കണ്ടിട്ടില്ലായിരുന്നത്. അതെ അതെ, ചില സീസണിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് നോക്കൂ, സെർച്ച് ഒക്കെ ചെയ്ത് നോക്കൂ. കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ആ ഫോട്ടോ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ഗ്രൂപ്പിൽ കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ കിട്ടുവാണെങ്കിൽ കഴിക്കുക കേട്ടോ. കറി വെച്ച് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലതാണ്. ഡോക്ടേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുന്നതാ, പേഷ്യൻസിനോട് പറയുന്നതാ കാൽസ്യം കുറവുണ്ടെങ്കിൽ ഈ മീൻ കഴിക്കാനായിട്ട് പറയാറ്. സിന്ധുവിനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ലല്ലോ, ഒന്ന് ആഡ് ചെയ്യാമോ? സിന്ധു ബൈജുവിനെ ആരെങ്കിലും ആഡ് ചെയ്യണ്ടേ? മിസ്സേ കണ്ണൂരൊക്കെ നന്ദൻ മീൻ എന്ന് പറഞ്ഞു പോയാൽ ചിലപ്പോ വേറെ എന്തെങ്കിലും വിചാരിക്കുക. നന്ദൻ എന്നുള്ളത് ഇവിടെ ആൾക്കാരുടെ പേരാ. ശരിയാണ്, ഒരാളുടെ പേരായിട്ട് പറയാം. അങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ടല്ലോ. ഏറ്റവും മാന്യമായ പേരോട് മീനായിരിക്കും ഇത്. അറിഞ്ഞിരുന്നു പറഞ്ഞാൽ മതി. നന്ദൻ ഞങ്ങളോട് അറിഞ്ഞിരുന്നാണ് പറയാ. അതെല്ലേ? പരൽ. പരൽന്നോ? ആ, ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ട് മാഡം. ആ, അശ്വതി മിസ് ഇന്ന് നമുക്ക് പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. മിസ് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ എന്റെ കൂട്ടുകാർക്കും അശ്വതി മിസ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.